നമസ്കാരം. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായിരുന്ന അജിത് പവാർ കഴിഞ്ഞ മാസം 28-നാണ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഈ വിമാനം ചാർട്ടർ ചെയ്ത വിമാനമായിരുന്നു. അദ്ദേഹം ജന്മനാടായ ബാരാമതിയിലേക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി പോകുമ്പോൾ ബാരാമതിയിലെ തന്നെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപകടം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. DGCA ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശദമായ അന്വേഷണം നടത്തുകയാണ്. അതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഈ വിമാനാപകടത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അജിത് പവാറിൻ്റെ അനന്തരവനായ രോഹിത് പവാറാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിൽ നിരവധി സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ വിമാന അപകടമല്ല, ഇതൊരു അട്ടിമറി തന്നെയാണ് എന്ന് സംശയം തങ്ങൾക്കുണ്ടെന്നാണ്. വിമാനത്തിൻ്റെ പൈലറ്റിനെ കൊണ്ട് വല്ലാത്ത അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഈ അപകടം സൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ രോഹിത് പവാർ ആരോപിക്കുന്നത്. രോഹിത് പവാർ ചൂണ്ടിക്കാട്ടുന്ന നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ഈ വിമാനം ശരിക്കും പറത്തേണ്ടിയിരുന്ന പൈലറ്റ് മറ്റൊരാളായിരുന്നു. അദ്ദേഹം എത്താത്തത് കൊണ്ട് ആണ് വേറൊരു പൈലറ്റിനെ ചുമതലപ്പെടുത്തിയത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. വിമാനത്തിൻ്റെ യഥാർത്ഥ പൈലറ്റ് വരാൻ കാലതാമസം ഉണ്ടായത് വഴിയിൽ ഗതാഗത കുരുക്ക് കാരണമാണ് എന്നാണ് അന്ന് വിശദീകരണം നൽകിയിരുന്നത്. പക്ഷേ രോഹിത് പവാർ ചോദിക്കുന്നത് പുലർച്ചെയായിരുന്നു ഈ പൈലറ്റ് വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്നത്. പുലർച്ചെ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ട്രാഫിക് ജാം ഉണ്ടാവുക എന്ന സ്വാഭാവികമായ ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പുലർച്ചെ ഈ പ്രധാനപ്പെട്ട ഹൈവേയിലൊന്നും തന്നെ ഗതാഗത തടസ്സവും ഉണ്ടായിരുന്നില്ല. എക്സ്പ്രസ് വേയിലൂടെയാണ് ഈ പൈലറ്റിന് വരേണ്ടിയിരുന്നത്. പക്ഷേ അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ രോഹിത് പവാർ ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വിമാനത്തിൽ കൂടുതൽ ഇന്ധന ടാങ്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വിമാനത്തിനുള്ള ഇന്ധന ടാങ്ക് കൂടാതെ ഇതിൽ അഡീഷണലായി ഇന്ധന ടാങ്കുകൾ ഘടിപ്പിച്ചിരുന്നോ എന്നുള്ള സംശയം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിമാനം അപകടത്തിൽപ്പെടുകയാണെങ്കിൽ വിമാനം ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കുന്ന അതേ അവസ്ഥയിലായിരിക്കും സംഭവിക്കുക എന്നാണ് രോഹിത് പവാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു പരിധിവരെ സത്യവുമാണ്. കാരണം ഈ വിമാനം വല്ലാത്ത രീതിയിലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിമാനത്തിൽ ഒന്നിലധികം അല്ലെങ്കിൽ ആവശ്യത്തിലധികം ടാങ്കുകൾ, ഇന്ധന ടാങ്കുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ഇതും അന്വേഷണ വിധേയമാക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഈ വിമാനത്തിൻ്റെ പൈലറ്റ് മദ്യപിച്ചിരുന്നോ എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം മദ്യപിച്ചിട്ട് തന്നെ ആയിരിക്കും ആ വിമാനം പറത്താൻ എത്തിയത് എന്നുള്ള സംശയം കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. വിമാനം പറത്തുന്നതിന് മുമ്പ്, വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഈ പൈലറ്റിനെ ആൾക്കഹോൾ ടെസ്റ്റിന് വിധേയനാക്കിയിരുന്നോ എന്നുള്ള കാര്യവും ഇപ്പോൾ അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, വിമാനം ലാൻഡ് ചെയ്യുന്നതിന് 1 മിനിറ്റ് മുമ്പ് വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തിരുന്ന കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തുകൊണ്ടാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സാറിന് ഒരിക്കലും ചെയ്യാത്ത രീതിയിൽ വിമാനത്തിൻ്റെ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്തത് എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഈ ബാരാമതിയിൽ വിമാനത്താവളം ഒരു ചെറിയ വിമാനത്താവളമാണ്. അവിടുത്തെ റൺവേ 29 ഏറ്റവും സുരക്ഷിതമായി വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയ റൺവേ. പക്ഷേ ഈ വിമാനത്തിൻ്റെ പൈലറ്റ് റൺവേ 11 ലാൻഡ് ചെയ്യുന്നതിനായി നിർബന്ധം പിടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നാണ് ഇപ്പോൾ രോഹിത് പവാർ ചോദിക്കുന്നത്. സുരക്ഷിതമായ ഒരു റൺവേ അവിടെ ഉണ്ടായിരിക്കെ അത്ര സുരക്ഷിതമല്ലാത്ത റൺവേയിലേക്ക് വിമാനം ലാൻഡ് ചെയ്യിക്കാൻ ഈ പൈലറ്റ് എന്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ അപകടത്തിൻ്റെ പിന്നിൽ വലിയൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അജിത് പവാറിൻ്റെ കുടുംബാംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. അജിത് പവാറിൻ്റെ ഭാര്യ ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി ചുമതലയേറ്റിട്ടുണ്ട്. എങ്കിലും അനന്തരവനാണ് ഇപ്പോൾ ഈ പ്രധാനമായി ഈ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. ഇനി അജിത് പവാറിനെ കൊലപ്പെടുത്തിയതാണ് അല്ലെങ്കിൽ ഈ വിമാനം അട്ടിമറിച്ചതാണ് എങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരിക്കാനാണ് സാധ്യത എന്നുള്ള കാര്യവും പ്രത്യേകം അന്വേഷിക്കേണ്ടി വരും. കാരണം അജിത് പവാറിനല്ല ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നിരിക്കാം. അത് രാഷ്ട്രീയത്തിലും വ്യക്തിജീവിതത്തിലൊക്കെ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ വ്യവസായ തലസ്ഥാനത്തിൻ്റെ, അതായത് മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും വ്യക്തിപരമായ തന്നെ ഒരുപാട് ശത്രുക്കളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ വിമാനാപകടത്തിന് പിന്നിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ സംശയം കൂടുതൽ ബലവത്താക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, രോഹിത് പവാർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അജിത് പവാർ തൻ്റെ സുരക്ഷയെക്കുറിച്ച് അതീവ ജാഗ്രതയുള്ള ആളായിരുന്നു എന്നാണ്. അത് നേരത്തെ അദ്ദേഹം റോഡ് മാർഗം പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. ഒരു പ്രമുഖനായ വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലാണ് ഈ യാത്ര വൈകിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് ഒടുവിൽ വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നത്. എങ്കിൽ പോലും ഏറ്റവും സുരക്ഷിതത്വമുള്ള വിമാനങ്ങൾ തന്നെയാണ് അദ്ദേഹം എപ്പോഴും യാത്രയ്ക്കായി തിരഞ്ഞെടുത്തിരുന്നത് എന്നും ഈ വിമാന കമ്പനി നേരത്തെയും അദ്ദേഹത്തിന് പല തവണ ഈ വിമാനത്തിൽ ഇത്തരത്തിൽ ഈ ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ യാത്ര ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരുന്നത് തന്നെയാണ് എന്നും, പക്ഷേ ഈ അപകടത്തിന് ശേഷം കമ്പനിയുടെ പല കാര്യങ്ങളിലും വൈരുദ്ധ്യം കാണുന്നു എന്നുമൊക്കെ നേരത്തെ തന്നെ ഈ പവാറിൻ്റെ കുടുംബാംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിൽ അജിത് പവാർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി തന്നെയായിരുന്നു.
അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ വിമാനാപകടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണകാരണമായ വിമാനാപകടത്തെക്കുറിച്ചുള്ള ദുരൂഹതകളും വർദ്ധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും രോഹിത് പവാർ മുന്നോട്ട് വെച്ച ഈ സംശയങ്ങളൊക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ സത്യം പുറത്തു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.